ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ പ്രതികളായ ഉടമകൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി അന്വേഷണ സംഘം. കേസിൽ ഹൈറിച്ച് ഉടമകളുടെ 203 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിരുന്നു. പ്രതികളെ തേടി അന്വേഷണ സംഘം വീട്ടിലെത്തിയപ്പോൾ വിവരം നേരത്തെ മനസ്സിലാക്കിയവർ കടന്നുകളയുകയായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ചേതനുണ്ട് കൊച്ചിയിൽ നിന്നും. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചേതൻ, എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉടമകളുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ തന്നെ പരിശോധന നടന്നിരുന്നു. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരം? കീർത്തി, ഹെൻറിച്ച് ഓൺലൈൻ തട്ടിപ്പിലൂടെയാണ് ഇപ്പോൾ തട്ടിപ്പിലുള്ള പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായിരിക്കുന്നത്. ഈ പ്രതികളായ ഉടമകൾ, അതായത് ഇതിൻ്റെ MD ആയിട്ടുള്ള പ്രതാപൻ, അതുപോലെ തന്നെ ഭാര്യ ശ്രീന CEO ആണ്. ഇവർ രണ്ടുപേരെയും ഇപ്പോൾ ഒളിവിലാണ്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടി മൊത്തം 1330 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായിട്ടാണുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. 4 സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഇവരുടെ പേരിലുള്ള 4 സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പൈസ മാറ്റി എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ കേസ് ഇപ്പോൾ ED അന്വേഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി 212 കോടി രൂപയുടെ ഇവരുടെ സ്വത്തുവകകൾ ED കണ്ടുകെട്ടിയിരുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് വഴി 100 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകളും ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് ED ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി, അതായത് ഇവർ തൃശ്ശൂരിലെ ആറാട്ടുപുഴയിലാണ് ഇവരുടെ ഹെഡ് ഓഫീസ് ഉള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് രാജ്യത്തുടനീളം 650ഓളം ഷോപ്പുകളും 75ഓളം ബ്രാഞ്ചുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ഹെഡ് ഓഫീസിലും അതുപോലെ തന്നെ തൃശ്ശൂരിലെ ശാഖയിലും എറണാകുളം ജില്ലയിലെ പ്രത്യേകിച്ച് എടപ്പള്ളി ശാഖയിലും അന്വേഷണം റെയ്ഡ് നടത്തിയിരുന്നു. ഇതിലും ധാരാളം രേഖകൾ ED പിടിച്ചെടുത്തിരുന്നു. ക്രിപ്റ്റോ കറൻസി വഴി 90 വിദേശ രാജ്യങ്ങളിലായി 850 കോടി രൂപ കടത്തിയെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഇതിൽ 100 കോടിയോളം രൂപ ഹവാല ഇടപാട് വഴിയാണ് ഇവർ കടത്തിയിട്ടുള്ളത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിദേശ രാജ്യത്ത് ഈ ധനം കടത്തിയോടുകൂടി ഈ FEMA നിയമം ഇവർക്ക് മേൽ ചുമത്തപ്പെട്ടേക്കും. ഇവർ രൂപീകരിച്ച 70 കടലാസ് കമ്പനിയിലെ 14 തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് 1.63 ലക്ഷം പേരുടെ ID കാർഡുകൾ ഇവർ രൂപീകരിച്ചിരുന്നു. ഇതിൽ ഓരോ പേരുടെയും 50 ID കാർഡ് വെച്ചാണ് ഇവർ ഇടപാടുകൾ പെരുപ്പിച്ച് കാട്ടി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ ഇതൊരു നികുതി വെട്ടിപ്പുള്ള രൂപത്തിലുള്ള വാർത്തയായിട്ടാണ് പുറത്തു വന്നത്. അതായത് സംസ്ഥാന GST 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്നുള്ള തരത്തിലായിരുന്നു വാർത്ത. ഇവരുടെ ഉപഭോക്താക്കളെ ഈ പ്രതികൾ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു, ഇതൊരു നികുതി വെട്ടിപ്പ് മാത്രമാണെന്ന തരത്തിലുള്ള ഇത് നികുതി അടച്ചാൽ ഈ കേസ് തീരുമെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഉപഭോക്താക്കളെ ഈ പ്രതികൾക്ക് കൺവിൻസ് ചെയ്തിരുന്നു. പിന്നീടാണ് പോലീസ് സംഘത്തിൻ്റെ ചേർപ്പ് പോലീസിൻ്റെ വിശദമായ അന്വേഷണം, കോടതി ഉത്തരവിൻ്റെ പരാമർശത്തിൽ വിശദമായ അന്വേഷണം നടത്തിയത്. ഈ പോലീസ് സംഘമാണ്, ചേർപ്പ് പോലീസ് സംഘമാണ് 1330 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഇവർ നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഇവർ ഈ തട്ടിപ്പ് സംസ്ഥാനത്തിന് പുറത്തും വ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല വിദേശ രാജ്യങ്ങളുമായിട്ടും ഈ തട്ടിപ്പിന് ബന്ധമുള്ളതിനാൽ കൂടുതൽ അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസിയെ പോലീസ് സമീപിക്കുകയായിരുന്നു. അങ്ങനെയാണ് ED ഈ കേസിലേക്ക് എത്തുന്നത്. വടകര സ്വദേശി റിട്ടയർഡ് SP P വത്സൻ്റെ കോടതി നൽകിയ ഹർജിയിലാണ് ഈ കേസിന് തുടക്കം കുറിച്ചത്. പിന്നീട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 1978 ബാനിംഗ് ആക്ടിലെ നിരവധി വകുപ്പുകൾ ഈ പ്രതികൾ രണ്ടുപേരും കൂടി ലംഘിച്ചു എന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷിക്കുന്നതും കൂടുതൽ 1330 കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തുന്നതും പിന്നീട് ഈ കേസ് കേന്ദ്ര ഏജൻസിയായ EDയിലേക്ക് വരുന്നതും. ഏതായാലും പ്രതികൾ ഇപ്പോൾ ഒളിവിലാണ്. അന്വേഷണ സംഘം ED ഇവരെ വീട്ടിലേക്ക് ചെന്ന് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോഴേക്കും വിവരം മുൻകൂട്ടി അറിഞ്ഞവർ കടന്നു കളിയായിരുന്നു. അതുപോലെ തന്നെ കലൂരിലെ PMLA കോടതിയിലും ED കേസുമായി ബന്ധപ്പെട്ട ഈ PMLA കോടതിയിൽ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ഈ മാസം അവസാനം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതായിരിക്കും. കീർത്തി, ശരി, ചേതനാണ് ആ വിവരങ്ങൾ നൽകിയത്.